ഓക്കെ, അപ്പോൾ ശരി. അപ്പോൾ സെൻസേഷൻ ആൻഡ് റെസ്പോൺസസിൽ നമ്മൾ ആദ്യം എന്താ പഠിക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സെൻസേഷൻ. അപ്പം നമ്മളിപ്പോൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പോൾ പെട്ടെന്ന് ഞാൻ പറയുകയാണ് ഷാരോൺ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഓ എന്ന് പറഞ്ഞിട്ട് ഷാരോൺ എൻ്റെ അടുത്ത് ചോദിക്കും അല്ലേ. ഷാരോണിൻ്റെ അടുത്ത് ഷാരോൺ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ചോദിക്കും വിനോദ കൈ അല്ല വിഷ്ണു കൈപ്പൊക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണു എന്ത് ചെയ്യും? വിഷ്ണു കൈപ്പൊക്കും അല്ലേ. അപ്പം ഇതിൽ എന്തൊക്കെയാണ് സംഭവിക്കണം? പെട്ടെന്ന് ഈ പറയണ പോലെ ലൈറ്റ് എൻ്റെ കണ്ണിലേക്ക് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ദേവു എന്ത് ചെയ്യും? പെട്ടെന്ന് കണ്ണിലേക്ക് ലൈറ്റ് വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഓക്കെ, ദേവികയ്ക്ക് കേൾക്കണമില്ല. പ്രണവ് എന്ത് ചെയ്യും? പെട്ടെന്ന് ലൈറ്റ് വീണ് കഴിഞ്ഞാൽ ഒന്നും ചെയ്യില്ലേ, കണ്ണടയ്ക്കും. ഓക്കെ, പെട്ടെന്നാണ് ലൈറ്റ് വീണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ കണ്ണടക്കില്ലേ. അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. അതേപോലെ തന്നെ നല്ല ബിരിയാണിയുടെ മണം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? മുഖത്ത് ചിരി വരുന്നത് മാത്രമല്ല വായിൽ നല്ലോണം ഈ പറയണ പോലെ സലൈവയും വരും. സോ ദർ ആർ ലോട്ട് ഓഫ് തിങ്സ് വിച്ച് ആക്ച്വലി എന്തോ ഒരു ചേഞ്ച് നമ്മുടെ ശരീരത്തിൽ കൊണ്ടുവരുന്നുണ്ട്. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ, ഇങ്ങനെ എന്തൊക്കെ സാധനങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ചേഞ്ച് കൊണ്ടുവരണേ, എങ്ങനെയാണ് എൻ്റെ ശരീരത്തിന് മനസ്സിലാവണേ ഇങ്ങനെയൊക്കെ ചേഞ്ച് വരുന്നുണ്ട്, അതാണ് ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും നമ്മളിപ്പോൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ബിരിയാണി കൊണ്ടുവച്ചു എന്ന് വിചാരിച്ചാൽ, നല്ല ചൂടുള്ള ബിരിയാണി കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ആ ബിരിയാണിയുടെ എന്തൊക്കെയാണ് എന്നിൽ ചേഞ്ച് ഉണ്ടാക്കണേ? ബിരിയാണി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ സൈറ്റ്, അതായത് ലൈറ്റ് അല്ലെങ്കിൽ സൈറ്റ് എന്ന് പറയുന്നത് കാണാൻ പറ്റുന്നത് ക്രിയേറ്റ്സ് എ ചേഞ്ച്. രണ്ടാമത്തെ ബിരിയാണിയുടെ മണം ക്രിയേറ്റ്സ് ചേഞ്ച്. ഇങ്ങനെ ബിരിയാണീനെ പറ്റി പറഞ്ഞിട്ട് തന്നെ എനിക്ക് കൊതിയുണ്ട്. അപ്പോൾ ഈ ബിരിയാണിയുടെ മണം വരുന്നത്, അതായത് സ്മെൽ ഓൾസോ ക്രിയേറ്റ്സ് എ ചേഞ്ച്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വിഷ്ണു കൈപ്പൊക്ക് എന്ന് പറയുമ്പോൾ വിഷ്ണു എന്തുകൊണ്ട് കൈപ്പൊക്കും? വിഷ്ണു കേൾക്കുന്നുണ്ട്. അപ്പോൾ കേൾവി എന്ന് പറയുന്നത് ഇസ് ഓൾസോ സംതിങ് വിച്ച് ഇവോക്സ് എ ചേഞ്ച് ഇൻ us. ദൈവം മ്യൂട്ട് പോവാ മോളെ ഇനി. അത് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ ആരെങ്കിലും വന്നിട്ട് പ്രണവിന് ഒറ്റ അടി അടിച്ചു എന്ന് വിചാരിച്ചോ, പ്രണവ് എന്ത് ചെയ്യും? പ്രണവിന് വേദനിക്കും. ദാറ്റ് ഓൾസോ എന്തോ ഒരു റെസ്പോൺസ് പ്രണവിൻ്റെ ശരീരത്തിൽ വന്നു അല്ലേ. അപ്പോൾ ടച്ച് എന്ന് പറയുന്നത്, ഞാൻ ഭയങ്കര പ്രഷറിൽ അടിക്കുന്നതാണ് അടി എന്ന് പറയുന്നത്, ഭയങ്കര പ്രഷറിൽ ടച്ച് ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ അടി എന്ന് പറയണത് അല്ലേ. അപ്പോൾ സ്കിന്ന് വഴിയും നമുക്ക് സെൻസേഷൻസ് അറിയാൻ പറ്റും. അതുപോലെ നാക്കിൽ നമ്മൾ നല്ല ലഡ്ഡു വെക്കുകയാണെങ്കിൽ കുറേ ഈ പറയുന്ന പോലെ സലൈവ വരും. അപ്പോൾ ടേസ്റ്റ് ഓൾസോ ഇവോക്സ് എ റെസ്പോൺസ് ഇൻ us. അപ്പോൾ വേഗം പറഞ്ഞേ എന്തൊക്കെയാണ് സാധനങ്ങൾ വിച്ച് ഇവോക്സ് എ റെസ്പോൺസ് ഇൻ us? എന്തൊക്കെയാണ് സാധനങ്ങൾ? വേഗം പറഞ്ഞേ. അപ്പോൾ ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ദീസ് തിങ്സ്, എവിടെ നിന്നോ വരുന്ന സംഭവങ്ങളെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് 5 സെൻസ് ഓർഗൻസ് ആണുള്ളത്. ഏതൊക്കെയുള്ളത്? കണ്ണ്, ചെവി, നാക്ക്, അതുപോലെ തന്നെ സ്കിന്ന്, അതുപോലെ തന്നെ ഇയേഴ്സ്. ഹാൻഡ്സ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. നോസ് ഓക്കെ. അപ്പോൾ നോസ്, ഇയേഴ്സ്, ഐസ്, അതുപോലെ ടങ്ക്, അതുപോലെ തന്നെ സ്കിന്ന് ഒക്കെയാണ് 5 സെൻസ് ഓർഗൻസ് ആണ് നമുക്കുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞില്ലേ ഈ കണ്ണിലേക്ക് വരുന്നത്. അപ്പോൾ ഈ പറയുന്നത് പോലെ ഇതിന് എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ട് വിച്ച് ഇവോക്സ് എ റെസ്പോൺസ് ഇൻ us. നമ്മളിൽ ഒരു റെസ്പോൺസ് ഉണ്ടാക്കാൻ കഴിവുള്ള സാധനങ്ങളെ നമ്മൾ സ്റ്റിമുലൈ എന്നാണ് പറയുന്നത്. സോ ഫസ്റ്റ് വാക്ക് സ്റ്റിമുലൈ. വാട്ട് ഇസ് സ്റ്റിമുലൈ? Senses that evoke response in an organism. Senses that response ൽ എന്തൊക്കെയാണുള്ളത്? Taste evokes a response in us. Touch evokes a response in us. സ്മെല്ല്, നല്ല സ്മെല്ല് വരുന്നത്, ചീത്ത സ്മെല്ല് വരുന്നത്, all these things evokes response in us. അതുപോലെ സൗണ്ട് ഓൾസോ evokes response in us. ഓക്കെ, ദേവിക മ്യൂട്ട് പോവാമോ ദേവിക? ഓക്കെ. അപ്പോൾ ഇനി സ്റ്റിമുലൈ തന്നെ 2 ടൈപ്പ് ഉണ്ട്. സ്റ്റിമുലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സംതിങ് ദാറ്റ് ഇവോക്സ് റെസ്പോൺസ് ഇൻ us. നമ്മൾ നേരത്തെ അതിനെ പറ്റി ഡിസ്കസ് ചെയ്തു. അപ്പോൾ 2 ടൈപ്പ് എന്തൊക്കെയാണ്? എക്സ്റ്റേണൽ സ്റ്റിമുലൈ ഉണ്ട്, ഇന്റേണൽ സ്റ്റിമുലൈ ഉണ്ട്. എക്സ്റ്റേണൽ സ്റ്റിമുലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പുറത്ത് നിന്ന് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ലൈറ്റ് അടിക്കുന്നതാണെന്നുണ്ടെങ്കിലും, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചൂടുള്ളതിൽ പോയി തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ കൈ പെട്ടെന്ന് പുറകിലേക്ക് വലിക്കില്ലേ, അല്ലെങ്കിൽ അമ്മ വിളിക്കുന്നത് കേൾക്കുന്നത്, ഓൾ ദീസ് തിങ്സ് ആർ എക്സ്റ്റേണൽ സ്റ്റിമുലൈ. അതേസമയം ഇന്റേണൽ സ്റ്റിമുലൈ, ഉള്ളിലുള്ള സ്റ്റിമുലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? ഉള്ളിലുള്ള സ്റ്റിമുലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം വിശക്കുന്നു, അപ്പോഴത്തേക്കും ഈ പറയുന്നത് പോലെ എന്താ പറയുക, നമുക്ക് ദേഷ്യം വരാൻ തുടങ്ങും, നമ്മൾ റെസ്റ്റ്ലെസ് ആവാൻ തുടങ്ങും. അപ്പോൾ ഹങ്കർ എന്ന് പറയുന്ന ഇന്റേണൽ സ്റ്റിമുലൈ. നല്ലോണം ദാഹിക്കുന്നു,
ആ തേഴ്സ്റ്റ് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ സ്റ്റിമുലൈ ആണ്. അതുപോലെ നമ്മുടെ ഇമോഷൻസ് ഉണ്ടല്ലോ, ദേഷ്യം വരുമ്പോഴത്തേക്ക് നമ്മളങ്ങ് ചിലപ്പോൾ ചിലരൊക്കെ ദേഷ്യം വരുന്ന കണ്ടിട്ടുണ്ട്, അങ്ങ് വിറയ്ക്കാൻ തുടങ്ങും. ഓക്കെ, ദാറ്റ് ഈസ് ഓൾസോ ആൻ ഇൻറ്റേർണൽ സ്റ്റിമുലൈ. അപ്പോൾ ഓൾ ദീസ് തിങ്സ് ആർ ഇൻറ്റേർണൽ സ്റ്റിമുലൈസ്. അപ്പോൾ 2 ടൈപ്പ് സ്റ്റിമുലൈ ഉണ്ട്, എക്സ്റ്റേർണൽ സ്റ്റിമുലൈ ഉണ്ട്, ഇൻറ്റേർണൽ സ്റ്റിമുലൈ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊന്നും ഇപ്പോൾ തൽക്കാലം ലെക്ചർ നോട്ട് എഴുതിക്കോ, എല്ലാവരും പടപടയെന്ന് ലെക്ചർ നോട്ട് എഴുതി പോണം കേട്ടോ, എന്നാലേ ഓർമ്മ നിൽക്കുള്ളൂ ഇതൊക്കെ. ഇനി ഈ സ്റ്റിമുലൈനെ ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ആരൊക്കെയുള്ള സെൻസ് ഓർഗൻസ് ഉണ്ട്, ഓർഗൻസ് ഓഫ് ദ ബോഡി വിച്ച് ഹെൽപ്പ് ടു റിസീവ്. അപ്പം നമ്മുടെ ശരീരത്തിൽ കുറേ ഓർഗൻസ് ഉണ്ട്. ഓർഗൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കണ്ണ്, മൂക്ക്, ഹാർട്ട് ഒക്കെ ഓർഗനാണ്. സ്റ്റൊമക്ക് ഇസ് ആൻ ഓർഗൻ. ഓക്കെ, അപ്പം എല്ലാ സാധനങ്ങളും, ഇപ്പം ലങ്സ് എന്ന് പറയുന്നത് ഓർഗനാണ്. അപ്പം നമ്മുടെ ശരീരത്തിൽ ഏതൊക്കെ ഓർഗനാണോ ഈ സ്റ്റിമുലൈനെ റിസീവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യണേ, അതിനെയാണ് നമ്മൾ സെൻസ് ഓർഗൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഓർഗൻസ് വിച്ച് ഹെൽപ്പ് അസ് ടു റിസീവ് ദ സ്റ്റിമുലൈ. അതാരൊക്കെയാണ്? കണ്ണ്, ചെവി, ഐസ്, ഇയേഴ്സ്, നോസ്, ടങ്, സ്കിൻ, ഇതൊക്കെയാണ് സെൻസ് ഓർഗൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റിസെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ആരാ? റിസെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ ആയിട്ടുള്ള സെല്ലുകളാണ്. അപ്പോൾ ഈ സെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? നമ്മുടെ ശരീരത്തിലുള്ള എല്ലാം, നമ്മുടെ ശരീരം എന്ന് മാത്രമല്ല, അനിമൽസ് ആണെന്നുണ്ടെങ്കിലും പ്ലാന്റ്സ് ആണെങ്കിലും എല്ലാ ലിവിങ് ഓർഗാനിസവും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെല്ല് വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കണം. സെല്ല് എന്ന് പറയുന്ന ബേസിക് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂവൻറ്റ് വെച്ചിട്ട് അടുക്കിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ തന്നെ സ്പെഷ്യൽ സെല്ലുകളാണ് റിസെപ്റ്റേഴ്സ് എന്ന് പറയുന്ന സെൽ. വാട്ട് ആർ റിസെപ്റ്റേഴ്സ്? റിസെപ്റ്റേഴ്സ് ആർ സ്പെഷ്യൽ സെൽസ്. അവരുടെ പ്രത്യേകത എന്താണ്? റിസെപ്റ്റേഴ്സ് കാരണമാണ് നമുക്ക് ഈ പറയുന്ന സെൻസേഷൻസ് അറിയാൻ പറ്റുന്നത്. റിസെപ്റ്റേഴ്സ് ആർ സ്പെഷ്യൽ സെൽസ് ഇൻ ദ സെൻസ് ഓർഗൻസ്. കണ്ണിലുള്ള സ്പെഷ്യൽ സെൽസ് ഉണ്ടാവും, ബാക്കി പാർട്ടുകളിൽ പല സ്പെഷ്യൽ സെൽസ് ഉണ്ടാവും. ആ റിസെപ്റ്റേഴ്സ് വഴിയാണ് നമുക്ക് സ്റ്റിമുലൈ അറിയാൻ പറ്റുന്നത്. ഓക്കെ, അവർക്ക് സ്റ്റിമുലൈ അറിഞ്ഞിട്ട് അവരെന്ത് ചെയ്യുന്ന അറിയാമോ? ഈ സ്റ്റിമുലൈ എങ്ങനെയാണ് അവർ അറിയണത്? ദേ ആക്ച്വലി ഇങ്ങനെ സ്റ്റിമുലൈ എടുത്തിട്ട് അവരൊരു ഇമ്പൾസ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഇമ്പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാന്ന് പറയില്ലേ, അതിൻ്റെ ഒരു കുഞ്ഞു വേർഷനാണ് ഇമ്പൾസ് എന്ന് പറയുന്നത്. ഇമ്പൾസ് ഈസ് ജനറേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? കുഞ്ഞ് സ്മോൾ ഇലക്ട്രിസിറ്റി ഈസ് ജനറേറ്റഡ്. ദേവിക മ്യൂട്ട് പോവാമോ? ദേവിക, ഓക്കെ, ശരി. അപ്പോൾ ഈ പറയുന്നത് പോലെ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? ഒരു കുഞ്ഞ് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ആവുന്നതിനെയാണ് നമ്മൾ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചെയ്തോ, ആദ്യത്തെ പേജിൽ ഇമ്പൾസ് എഴുതിക്കോ, IMPULSE. അപ്പോൾ എന്താ ചെയ്യാൻ പോണെന്ന് പറഞ്ഞാൽ പുതിയ വാക്കുകളെല്ലാം എഴുതിയിട്ടിട്ടുണ്ടല്ലോ, ഞാൻ ഡിക്റ്റേഷൻ ഇടും. കാരണം നിങ്ങൾക്ക് മിക്കവാറും 1 വേർഡ് അല്ലെങ്കിൽ 1 സെൻറ്റൻസ് ഒക്കെ ആയിരിക്കും വരുന്നത്, അതിൽ സ്പെല്ലിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പുതിയ വാക്ക് ഇമ്പൾസ് ഇട്ടോളൂ, ഇമ്പൾസ്. ഓക്കെ, IMPULSE, ഇമ്പൾസ്. റിസെപ്റ്റേഴ്സ് എഴുതിക്കോ, RECEPTORS, റിസെപ്റ്റേഴ്സ്. സ്പെല്ലിംഗ് പഠിച്ചോണം കേട്ടോ, RECEPTORS. അപ്പോൾ ഈ ചാപ്റ്റർ കഴിഞ്ഞ ഉടനെ ഞാൻ ഡിക്റ്റേഷൻ ഇടും ഫസ്റ്റ്, അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളത് ചെയ്യാൻ പോണേ. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് എന്താണ് സംഭവിക്കാൻ പോകണേ? അപ്പോൾ അടുത്തത് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ റിസെപ്റ്റേഴ്സിൻ്റെ പേരുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ റിസെപ്റ്റേഴ്സിൻ്റെ പേരുകൾ എന്തൊക്കെയാണ്? റിസെപ്റ്റേഴ്സിൻ്റെ പേരുകൾ ചെവിയിലെ ഫോണോ റിസെപ്റ്റേഴ്സ്. ഇത് എഴുതിയെടുക്കണ്ട, ഇത് നിങ്ങൾ പഠിക്കേണ്ട, ജസ്റ്റ് നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. ചെവിയിലുള്ള സ്പെഷ്യൽ സെല്ലുകളുടെ പേരാണ് ഫോണോ റിസെപ്റ്റേഴ്സ്. അതിൽ ആരൊക്കെയുള്ളത്? അതിൽ കേൾക്കാനും, ചെവി എന്താണെന്നറിയാം, 2 പണികളാണ് ചെയ്യണത്. 2 പണികൾ ഏതൊക്കെയാണെന്നറിയാമോ? 2 പണികൾ എന്ന് പറയുന്നത് ഒന്ന് കേൾക്കുന്നത്, അടുത്തത് ശരീരത്തിൻ്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നിങ്ങൾ സൈക്കിളിലൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ, കറക്റ്റായിട്ട് നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പോകാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ നടക്കുമ്പോൾ ഒരു സ്ട്രെയിറ്റ് വരയിൽ കൂടി പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നടക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? പക്ഷെ നിങ്ങളൊന്ന് നല്ലോണം തല ഇങ്ങനെ ചുറ്റിച്ചിട്ട് നല്ലോണം ഇങ്ങനെ കറങ്ങിയെന്ന് വിചാരിച്ചോ, കറങ്ങിയിട്ട് സ്ട്രെയിറ്റ് ലൈനിൽ നടക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് നടക്കാൻ പറ്റില്ല. കാരണം എന്താണ്? ചെവിയുടെ ബാലൻസ് പോകും. ചെവിയുടെ ബാലൻസ് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ ശരീരത്തിൻ്റെ ബാലൻസ് പോകും.
അതാണ് സംഭവിക്കണം. ഓക്കെ, അപ്പോൾ ചെവി എന്ന് പറയുന്ന 2 ഫങ്ഷൻസ് ആണ്. ഒന്ന് കേൾക്കാനും ഹെൽപ്പ് ചെയ്യും, അടുത്തത് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് നിങ്ങൾ പഠിക്കേണ്ട, ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ഇട്ടുന്നേ ഉള്ളൂ. ഇനി ഫോട്ടോ റിസെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് എന്താ? ഫോട്ടോ ഓൾവേസ് മീൻസ് ലൈറ്റ്. ഓക്കെ, ഫോട്ടോ ഓൾവേസ് മീൻസ് ലൈറ്റ്. അപ്പോൾ കണ്ണിലുള്ള റിസെപ്റ്റേഴ്സ്, കണ്ണ് ഒബ്വിയസ്ലി ലൈറ്റിനെ അറിയാനുള്ള സംഭവമാണ്. അപ്പോൾ ഫോട്ടോ റിസെപ്റ്റേഴ്സ് ആണ് കണ്ണിലുള്ളത്. അതേസമയം സ്കിന്നിലോ ടെമ്പറേച്ചർ മാറുന്നത് അറിയാൻ പറ്റും, തെർമോ റിസെപ്റ്റേഴ്സ്. അതേപോലെ പ്രഷർ റിസെപ്റ്റേഴ്സ് ഉണ്ട്, തൊടുന്നതൊക്കെ അറിയാൻ പറ്റും, പ്രഷർ റിസെപ്റ്റേഴ്സ് ഉണ്ട്. അതേസമയം മൂക്കിൽ ഓൾ ഫാക്ടറി റിസെപ്റ്റേഴ്സ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഓൾ ഫാക്ടറി റിസെപ്റ്റേഴ്സ് അങ്ങനത്തെ സാധനങ്ങൾ, അതാണ് സ്പെഷ്യൽ സെൽസിൻ്റെ പേര്. അതേപോലെ ഗസ്റ്റേറ്ററി റിസെപ്റ്റേഴ്സ് ആണ് ടേസ്റ്റിലുള്ളത്. പല ടൈപ്പ് ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. സോൾട്ടി ആയിട്ടുള്ള ടേസ്റ്റ് നമുക്കറിയാൻ പറ്റും, ബിറ്റർ ടേസ്റ്റ് അറിയാൻ പറ്റും, സ്വീറ്റിന് വേറെ ടേസ്റ്റ് ഉണ്ട്, ചില്ലി ഹോട്ട് ആയിട്ടുള്ളതിന് വേറെ ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ പല 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 ടേസ്റ്റ് ബഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഏത് നമ്മുടെ ഗസ്റ്റേറ്ററി റിസെപ്റ്റേഴ്സ്. അങ്ങനെ പല ടൈപ്പ് സെല്ലുകളുണ്ട്. അപ്പോൾ ഇനി ശരിക്കും എന്താണ് സംഭവിക്കാൻ പോണതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പെട്ടെന്ന് ഈ പറയുന്നത് പോലെ നിങ്ങൾ പോയിട്ട് ഒരു നല്ല ചൂടുള്ള സാധനത്തിൽ പോയി തൊട്ടു എന്ന് വിചാരിച്ചോ. തൊടുമ്പോൾ എന്ത് സംഭവിക്കും? തൊടുമ്പോൾ ഇവിടെ തൊട്ടു എന്ന് നിങ്ങളുടെ കൈ അറിയും. നിങ്ങളുടെ കൈ എന്നെ കാണുന്നുണ്ടല്ലോ അല്ലേ എല്ലാവർക്കും? ഓക്കെ, തൊട്ടു എന്ന് നിങ്ങളുടെ കൈ അറിയും. കൈ അറിഞ്ഞിട്ട് കൈ അറിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗം അറിയും. ഈ ഭാഗം അങ്ങനെ മെസ്സേജ് പാസ് ചെയ്ത് ഒന്നില്ലെങ്കിൽ സ്പൈനൽ കോഡ്, അതല്ലാന്നുണ്ടെങ്കിൽ ബ്രെയിനിലേക്ക് ഇത് പാസ് ചെയ്യും. സ്പൈനൽ കോഡ് വഴി ബ്രെയിനിലേക്ക് വേണമെങ്കിൽ പാസ് ചെയ്യാം. ബ്രെയിനിലേക്ക് പാസ് ചെയ്തു എന്ന് വിചാരിച്ചോ. ബ്രെയിൻ എന്ത് പറയും? ബ്രെയിന് തിരിച്ചു പറയും. ഓക്കെ, ബ്രെയിൻ മനസ്സിലായി, ഓക്കെ ചേട്ടാ ചൂടുള്ള സാധനമാണ് നമ്മുടെ കൈ പോയി തൊട്ടേക്കണേ. അപ്പോൾ കൈയിൻ്റെ അടുത്ത് ബ്രെയിൻ പറയും, നീ കൈ മാറ്റിക്കോ എന്ന് മസിൽസിൻ്റെ അടുത്ത് പറയും. അപ്പോൾ ബ്രെയിൻ അങ്ങനെ തിരിച്ച് ഈ മസിൽസിൻ്റെ അടുത്ത് പറയും, കൈയിൻ്റെ മസിൽസിൻ്റെ അടുത്ത് പറയും, ഓക്കെ നീ കൈ പുറകിലേക്ക് തിരിച്ചു വലിക്കേ. അപ്പോൾ ഇതിൽ എന്തൊക്കെ സംഭവിച്ചു? ഇവിടെ തൊട്ട ഇൻഫർമേഷൻ ഇവിടെ നിന്ന് ബ്രെയിൻ വരെ എത്തി. ബ്രെയിൻ തിരിച്ച് മസിൽസിൻ്റെ അടുത്ത് പറഞ്ഞു കൈ മാറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ അതേപോലെ തന്നെ പ്രണവേ മര്യാദക്കിരുന്നേ എന്ന് ഞാനിപ്പോൾ പറഞ്ഞു എന്ന് വിചാരിച്ചോ. അപ്പോൾ എന്താ സംഭവിക്കണേ? പ്രണവിനെ ആദ്യം കേട്ടു. പ്രണവ് ചെവി വഴി കേട്ടിട്ട് ചെവിയിൽ നിന്നും ബ്രെയിനിലേക്ക് പോയി. ബ്രെയിന് മര്യാദയ്ക്ക് ഇരിക്കാനുള്ള എല്ലാ മസിൽസിൻ്റെ അടുത്തും പോയി പറയും, ചേട്ടാ നിങ്ങൾ മര്യാദയ്ക്ക് ഇരിക്കണമെന്ന്. ബ്രെയിനാണ് പോയി മസിൽസിന് ഇൻഫർമേഷൻ കൊടുക്കുന്നത്. മനസ്സിലായോ? ചെവി വഴി കേട്ടിട്ട് വേറെ മസിൽസിനായിരിക്കും ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? സ്റ്റിമുലസ് എന്ന് പറയുന്ന കേൾക്കുന്നത് കാണുന്നത് എല്ലാം സ്റ്റിമുലസ്. ഈ സ്റ്റിമുലസിനെ ആദ്യം വാങ്ങിക്കും? റിസെപ്റ്റർ വാങ്ങിക്കും. റിസെപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബിരിയാണി കണ്ടു കഴിഞ്ഞാൽ കണ്ണിൻ്റെ സെല്ല് റിസീവ് ചെയ്യും. അപ്പോൾ കണ്ണിൻ്റെ സെൽസ് റിസെപ്റ്റേഴ്സ്, മൂക്കിൻ്റെ സെൽസ് ഓൾഫാക്ടറി റിസെപ്റ്റേഴ്സ് മണം അറിയും. അപ്പോൾ മൂക്കിൻ്റെ സെൽസ് റിസെപ്റ്റേഴ്സ്. എന്നിട്ട് ഈ റിസെപ്റ്റേഴ്സ് എന്ത് ചെയ്യുന്ന അറിയോ? സ്പെഷ്യൽ ടീമുണ്ട്, സെൻസറി ന്യൂറോൺസ് എന്ന് പറയുന്ന സ്പെഷ്യൽ ടീംസ് ഉണ്ട്. ഈ സ്പെഷ്യൽ ടീംസ് വഴി സെൻസറി ആരെങ്കിലും പാസ് ചെയ്യണമല്ലോ, എങ്ങനെ പാസ് ചെയ്യണമല്ലോ, ആ സെൻസറി ന്യൂറോൺ വഴി സെൻട്രൽ CNS എന്ന് പറഞ്ഞാൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് പാസ് ചെയ്യും. സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ബ്രെയിൻ ആവാം അല്ലെങ്കിൽ സ്പൈനൽ കോഡ് ആവാം. അങ്ങനെ ഇവർക്ക് 2 പേർക്കും പാസ് ചെയ്ത് കൊടുത്തു. ഈ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ത് ചെയ്യും? തിരിച്ച് മോട്ടോർ ന്യൂറോൺ എന്ന് പറയുന്ന വേറെ ബസ് വഴിയാണ് കണ്ടക്ട് ചെയ്തിട്ട് പിന്നെ വേറൊരു ടീം വഴിയാണ് മെസ്സേജ് അറിയിച്ചു കൊടുക്കണം. മോട്ടോർ ന്യൂറോൺ എന്ന് പറയുന്ന ന്യൂറോൺ വഴി എഫക്റ്റർ ഓർഗൻ, അതായത് മസിൽസിൻ്റെ അടുത്ത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഇനി പോകുമ്പോഴേക്ക് ഇനി മനസ്സിലാവും. എഫക്റ്റർ ഓർഗൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൈ മാറ്റണം എന്ന് പറയില്ലേ നിങ്ങളുടെ ബ്രെയിൻ, ഈ കൈ മാറ്റണം. ദിസ് ഈസ് ദ എഫക്റ്റർ ഓർഗൻ ദെൻ. ഓക്കെ, അപ്പോൾ എന്താ സംഭവിച്ചാൽ ആദ്യം എന്താ സംഭവിച്ചാൽ സ്റ്റിമുലസ് വന്നു. സ്റ്റിമുലസിന് റിസെപ്റ്റേഴ്സ് മനസ്സിലാക്കി. റിസെപ്റ്റേഴ്സ് എങ്ങനെയാ? സെൻസറി ന്യൂറോൺ വഴി സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് എത്തിച്ചു. സെൻട്രൽ നെർവസ് സിസ്റ്റം ബ്രെയിൻ ആവാം, സ്പൈനൽ കോഡ് ആവാം. ബ്രെയിനും സ്പൈനൽ കോഡും മോട്ടോർ ന്യൂറോൺ എന്ന് പറയുന്ന വേറൊരു സാധനം വഴി എഫക്റ്റർ ഓർഗൻ, അത് കൈയാവാം, കാലാവാം, എന്ത് വേണമെങ്കിലും, മസിൽസ് ആവാം അല്ലെങ്കിൽ ഗ്ലാൻസ്, എന്ത് വേണമെങ്കിലും ആവാം, അതിലേക്ക് കൊണ്ടുപോയിട്ട് എത്തിക്കും. എഫക്റ്റർ ഓർഗൻ. എന്നിട്ട് എഫക്റ്റർ ഓർഗനിലാണ് റെസ്പോൺസ്. അപ്പോൾ ഈ നേരത്തെ പറയുന്ന പോലെ വിഷ്ണു പ്രോപ്പറായിട്ട് ഇരിക്കുക എന്ന് പറയുമ്പോൾ റെസ്പോൺസ് വിഷ്ണുവിൽ വരുന്നത് ആ എഫക്റ്റർ ഓർഗൻസിൻ്റെ കമ്പൈൻ വർക്കിങ്ങിലാണ്. മനസ്സിലായോ കാര്യങ്ങൾ എന്തൊക്കെയാ? അപ്പോൾ പുതിയ വാക്കുകൾ എല്ലാം എഴുതിയിട്ടോളൂ. എന്താണ് പുതിയ വാക്കുകൾ? സ്റ്റിമുലസ് എഴുതിയിട്ടോ? സ്റ്റിമുലസ് STIMULUS സ്റ്റിമുലസ് എഴുതിയിട്ടോ? റിസെപ്റ്റർ എഴുതിയിട്ടോ? സ്പെല്ലിങ് റിസെപ്റ്റർ
സെൻസറി എഴുതിട്ടോ, SENSORY, ന്യൂറോൺ, സെൻസറി ന്യൂറോൺ, SENSORY, ന്യൂറോൺ, NEURON. ഓക്കെ, മോട്ടോർ ന്യൂറോൺ എഴുതിക്കോളൂ. സെൻട്രൽ നെർവസ് സിസ്റ്റം എഴുതിക്കോ, സെൻട്രൽ നെർവസ് സിസ്റ്റം. എല്ലാവരും ഒരു റൗണ്ട് പറഞ്ഞു നോക്കി. ഇനി നമുക്ക് ബാക്കി നോക്കാം. ഓക്കെ, ഇനി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇമ്പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇമ്പൾസ് എഴുതിയോ, പുതിയ വാക്കിൽ എഴുതിയോ? ഇമ്പൾസ് എഴുതിക്കോ. ഇമ്പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആണ്. കുഞ്ഞ് ഇലക്ട്രിക്കൽ സിഗ്നൽസിനെയാണ് ഇമ്പൾസ് എന്ന് പറയുക. അപ്പോൾ സ്റ്റിമുലൈ വന്നു, സ്റ്റിമുലൈ നിന്ന് റിസെപ്റ്റേഴ്സ്, സെൻസ് ഓർഗൻസിലെ റിസെപ്റ്റേഴ്സ് അത് സ്വീകരിച്ചു. എന്നിട്ട് അവിടെ ഒരു ഇമ്പൾസ്, കുഞ്ഞ് ഇലക്ട്രിക്കൽ സിഗ്നൽസ് വന്നു. ഈ ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ നെർവ്സ് എന്ന് പറയുന്ന സെല്ല്, വലിയ സെല്ലുകളാട്ടോ നെർവ്സ് എന്ന് പറയുന്നത്, നീളമുള്ള സെല്ലുകളാണ്. നെർവ്സ് വഴി ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്ക് എത്തിക്കും. ബ്രെയിനും സ്പൈനൽ കോഡും റെസ്പോൺസ് ജനറേറ്റ് ചെയ്യും. കൈ മാറ്റി ചേട്ടാ, കാല് മാറ്റി ചേട്ടാ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നാക്കിൽ വെള്ളം വരുത്തു ചേട്ടാ എന്ന് പറയുന്ന റെസ്പോൺസ് ജനറേറ്റ് ചെയ്യിപ്പിക്കാം. ആ റെസ്പോൺസിനെ അങ്ങനെ ഇപ്പം നാക്കിലേക്കാണെങ്കിൽ നാക്കിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പം നാക്കിലെ മസിൽസ് ആണ് എഫക്റ്റർ ഓർഗൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വയറിലുള്ള കുടങ്ങളായിരിക്കും. ആ കുടങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും കേട്ടോ ഇന്ന്. അപ്പോൾ ഇന്ന് പഠിക്കില്ല, പിന്നീട് പഠിക്കും. അപ്പോൾ എഫക്റ്റർ ഓർഗൻസിലേക്ക് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യും. എഫക്റ്റർ ഓർഗൻസ് എന്ന് പറയുന്നത് ആരൊക്കെ ആവാം? മസിൽസ് ആവാം, അല്ലെങ്കിൽ ഗ്ലാൻഡ്സ് ആവാം. അപ്പം മസിൽസ് എന്നുള്ള വാക്ക് എഴുതിയിട്ടോ. കാരണം എന്താണെന്നറിയോ? മസിൽസിൻ്റെ സ്പെല്ലിംഗ് മിക്ക ആൾക്കാരും തെറ്റിക്കും. അതിൻ്റെ ഒന്നില്ലെങ്കിൽ എസ് പോവും, അല്ലെങ്കിൽ സി പോവും. അപ്പോൾ MUSCLES, മസിൽസ്. അപ്പോൾ ഗ്ലാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മസിൽസ് അല്ലെങ്കിൽ ഗ്ലാൻസ് ആവാം എഫക്റ്റർ ഓർഗൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഗ്ലാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടങ്ങളാണ്. കുടം എന്ന് എഴുതി വെക്കരുത് ദയവ് ചെയ്ത് പരീക്ഷയ്ക്ക്. കുടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറേ സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഗ്ലാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഹോർമോൺസ് റിലീസ് ചെയ്യും. ഹോർമോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? പെട്ടെന്ന് വേർക്കണം, അല്ലെങ്കിൽ ഷുഗർ നന്നായിട്ട് സെല്ലുകളെ അബ്സോർബ് ചെയ്യണം എന്ന് പറയുന്നത് ചിലപ്പോൾ ഹോർമോൺസ് ആയിരിക്കും. അതല്ല, നിങ്ങൾക്ക് മീശ വളരണം എന്ന്, ഒരു പ്രായത്തിൽ മീശ വളരണം എന്നുള്ളത് കൺട്രോൾ ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഹോർമോണാണ്. ടെസ്റ്റോസ്റ്റെറോൺ എന്ന് പറയുന്ന ഹോർമോണാണ്. അപ്പോൾ ഇങ്ങനെ പല ടൈപ്പ് ഹോർമോൺസ് ഉണ്ട്. ഈ ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് അല്ലെങ്കിൽ കെമിക്കൽസ് ആണ്. ഈ കെമിക്കൽ റിലീസ് ചെയ്യുന്ന കുടങ്ങളെയാണ് നമ്മൾ ഗ്ലാൻസ് എന്ന് പറയുന്നത്. കുടം എന്ന് എഴുതി വെക്കരുത്, ചുമ്മാ മനസ്സിലാക്കാൻ പറഞ്ഞേ ഉള്ളൂ. ഇനി അഥവാ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്കും സ്റ്റൊമക്കിൻ്റെ ഉള്ളിൽ പോയിട്ട്, വയറിൻ്റെ ഉള്ളിൽ പോയിട്ട് ഈ പറയുന്ന ഡൈജഷൻ നടക്കും അല്ലേ? ആ ഇഡലി എന്ന് പറയുന്ന സാധനം നിങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഡലി ആയിട്ടല്ലല്ലോ എല്ലാ ഭാഗത്തും പോയിട്ടിരിക്കണേ, അല്ലല്ലോ. അപ്പോൾ ഇഡലീനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് പ്രോട്ടീൻസ് ആക്കും, കാർബോഹൈഡ്രേറ്റ്സ് ആക്കും, വൈറ്റമിൻസ് ആക്കും, അങ്ങനെ പല സാധനങ്ങളും ആക്കും. ഇങ്ങനെയൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് കുറേ കെമിക്കൽസ് ഉണ്ട് നമ്മുടെ വയറിനകത്ത്, നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ അകത്ത് കുറേ സാധനങ്ങളുണ്ട്. ഇതിനെ നമ്മൾ എൻസൈംസ് എന്ന് പറയും. ഓക്കെ, എൻസൈംസ് എന്ന് പറയുന്ന സാധനങ്ങളെ ഈ പറയുന്ന ഒഴിക്കുന്നതും കുടങ്ങളാണ്. അപ്പോൾ ഗ്ലാൻഡ്സ് എന്ന് പറയുന്ന കുടങ്ങൾ ക്യാൻ റിലീസ് ഹോർമോൺസ് ആസ് വെൽ ആസ് എൻസൈംസ്. അപ്പോൾ എഫക്റ്റർ ഓർഗൻസ് എന്ന് പറയുന്ന ആരൊക്കെ ആവാം? മസിൽസ് ആവാം, അതുപോലെ ഗ്ലാൻഡ്സ് ആവാം. മസിൽസ് എല്ലാവരും എഴുതിയിട്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലായി. ഇനി നെർവസ് സിസ്റ്റം എന്ന്, അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് ആരാണ്? ഇതൊക്കെ ചെയ്യുന്നത് നെർവസ് സിസ്റ്റമാണ്. അപ്പോൾ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് അതിൻ്റെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഫ്രണ്ടാണ് പറയുന്നതെന്ന് വിചാരിച്ചോ, എടാ ഞാൻ വരുമ്പോഴത്തേക്ക് എഴുന്നേറ്റ് നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമോ? പോടാന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ പോടീന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറയുമല്ലോ. അങ്ങനെ പോടീന്ന് വിളിക്കണത് എനിക്ക് ഇഷ്ടമല്ല, പോടാന്ന് വിളിക്കണത് ഇഷ്ടമല്ല. എന്നാൽ പോലും ഈ പറയുന്ന പോലെ പോടാ പോടീന്ന് നിങ്ങൾ പറയും അല്ലേ? അതേസമയം ഇതൊരു ടീച്ചറാണ് പറയുന്നതെന്ന് വിചാരിച്ചോ, ടീച്ചറാണെന്നുണ്ടെങ്കിൽ ശരി ടീച്ചർ എന്ന് നിങ്ങൾ പറയും. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരേ സ്റ്റിമുലസ് വന്നാലും നിങ്ങൾ രണ്ട് രീതിയിൽ റെസ്പോൺസ് ഉണ്ടാക്കി. ഇങ്ങനെ രണ്ട് രീതിയിൽ റെസ്പോണ്ട് ചെയ്യണമെന്ന് നിങ്ങളോട് ആരാ പറയണേ? നിങ്ങളുടെ ബ്രെയിൻ, സെൻട്രൽ നെർവസ് സിസ്റ്റം വളരെ കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സിങ്ങിൽ കൂടിയിട്ടാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഓക്കെ, നിങ്ങൾ രണ്ട് രീതിയിൽ ചേട്ടാ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം എന്ന് പറയുന്നത്. അത്രയും കോംപ്ലിക്കേഷൻസ് ഒന്നും നമുക്ക് പഠിക്കാനില്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകണം. ഓക്കെ, അപ്പോൾ നെർവസ് സിസ്റ്റം കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ്സ് ഓൾ ദീസ് ആക്ഷൻ. അപ്പോൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്, അതേപോലെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. കോർഡിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ഒന്നിച്ച് കൊണ്ടുപോകാം. അപ്പം നിങ്ങൾ ഓടാൻ തുടങ്ങി എന്ന് വിചാരിച്ചോളൂ. ഓടാൻ തുടങ്ങുമ്പോഴേക്കും എന്താ സംഭവിക്കണേ? എന്തൊക്കെ സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഓടാൻ തുടങ്ങുമ്പോഴത്തേക്കും ഷാരോൺ പറഞ്ഞ മ്യൂട്ട് മാറ്റിയിട്ട് പറഞ്ഞ ഓടാൻ തുടങ്ങുമ്പോൾ എന്തൊക്കെ സംഭവിക്കും ശരീരത്തിൽ?
ഓടുക എന്ന് പറയുന്ന സംഭവം വരുമ്പോൾ എന്തൊക്കെ സംഭവിച്ചു എന്നറിയാമോ? ഓടുക എന്ന് പറയുമ്പോഴത്തേക്കും ഹാർട്ട് ബീറ്റ് കൂടി, ബ്രീത്തിങ് റേറ്റ് കൂടി, ബോഡിയുടെ ടെമ്പറേച്ചർ കൂടി, ബോഡിയുടെ ടെമ്പറേച്ചർ തണുക്കാനുള്ള പരിപാടികൾ ചെയ്യണം. മസിൽസ്, കാലിൻ്റെ മസിൽസിന് കൂടുതൽ എനർജി വേണം, കാരണം ഓടണമല്ലോ. അപ്പോൾ കാലിൻ്റെ മസിൽസിന് കൂടുതൽ എനർജി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ബ്ലഡ് അങ്ങോട്ട് പോകണം, കൂടുതൽ ഓക്സിജൻ എടുക്കണം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഒന്നിച്ചിട്ടാണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കണം. ഇതിനെ എല്ലാത്തിനെയും മേൽനോട്ടം വഹിക്കാൻ ഒരാൾ വേണ്ടേ? അതെല്ലാം ചെയ്യുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണ്. അപ്പം ഈ നെർവസ് സിസ്റ്റം ആരെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കണേ? ആരെ വെച്ചിട്ടാണ്? ന്യൂറോൺ അല്ലെങ്കിൽ നെർവ് സെൽസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നെർവസ് സിസ്റ്റത്തിൻ്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂറോൺ ആണ്. ന്യൂറോൺ എന്നുള്ള വാക്ക് എഴുതിയിട്ടോളൂ. ന്യൂറോൺ, NEURON. എല്ലാവരും ലെക്ചർ നോട്ട് എഴുതിക്കോണം. ഓക്കെ, ന്യൂറോൺ, NEURON. ന്യൂറോൺ എന്ന് പറയുന്ന ബേസിക് സെല്ല് വെച്ചിട്ടാണ് നമ്മൾ നെർവസ് സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഏതൊരു സെല്ലിലും ഉള്ളതുപോലെ ന്യൂറോണിൽ ഒരു സെൽ ബോഡി ഉണ്ട്, ആ സെല്ലിന് ചുറ്റുമുള്ള സെൽ മെംബ്രെയിൻസ് ഉണ്ട്, അതുപോലെ അതിൻ്റെ അകത്ത് ന്യൂക്ലിയസ് ഉണ്ട്, അതിൻ്റെ ചുറ്റും സൈറ്റോപ്ലാസം ഉണ്ട്. എല്ലാ സെല്ലുകളുടെയും പ്രത്യേകത എന്താ? സെല്ലിന് ന്യൂക്ലിയസ് ഉണ്ടാവും, ആ ന്യൂക്ലിയസിന് ചുറ്റും സൈറ്റോപ്ലാസം ഉണ്ടാവും, ആ സെല്ലിനെ കവർ ചെയ്തുകൊണ്ട് സെൽ മെംബ്രെയിൻ ഉണ്ടാവും. അപ്പോൾ ഏത് സെല്ലിനെ പോലെ നമ്മുടെ ന്യൂറോൺസിനും അതെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിലേതൊക്കെ വാക്കുകൾ എഴുതണം? അപ്പോൾ ന്യൂക്ലിയസ് എഴുതിയിട്ടോ. ന്യൂക്ലിയസിൻ്റെ സ്പെല്ലിംഗ് തെറ്റിക്കും നിങ്ങൾ. ഓക്കെ, ന്യൂക്ലിയസ് എന്താണ് സ്പെല്ലിങ്? ഒരു സെക്കൻഡ് പോയി. ഓക്കെ, NUCLEUS ആണ് ന്യൂക്ലിയസിൻ്റെ സ്പെല്ലിങ്. എഴുതിയിട്ടോ. അപ്പോൾ എന്തൊക്കെയുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്, സൈറ്റോപ്ലാസം എഴുതിയിട്ടോ, CYTOPLASM, പിന്നെ സെൽ ബോഡി. അപ്പം ഇനി നെർവ്സിൻ്റെ പ്രത്യേകത, ന്യൂറോൺ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ എല്ലാ സെല്ലുകളും ഒരേപോലെ അല്ല കേട്ടോ കാണാൻ. ഓരോരോ സെല്ലും ഉണ്ടല്ലോ, അവർ ചെയ്യുന്ന പ്രവൃത്തി അനുസരിച്ച്, അവർ ചെയ്യുന്ന ഫംഗ്ഷൻ അനുസരിച്ചിട്ട് അവർക്ക് ഡിഫറെൻറ്റ് സ്ട്രക്ചർ ആയിരിക്കും. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ന്യൂറോൺസ് എങ്ങനെ ഉണ്ടാവും എന്നറിയോ? ന്യൂറോൺസിൽ ഇങ്ങനെ ഒരുമാതിരി ഫ്രീക്ക് പയ്യന്മാരില്ലേ, തലമുടിയൊക്കെ നീട്ടി വളർത്തിയിട്ട് കാലിൽ ബെൽ ബോട്ടം പാൻറ് ഇട്ടുകൊണ്ട് നിൽക്കുന്നത് പോലെയാണ് നമ്മുടെ ന്യൂറോണിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് തന്നെ. ഓക്കെ, ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ തലമുടിയുടെ സെക്ഷൻ എന്ന് പറയുന്നത്, ഇതാണ് നമ്മുടെ ബെൽ ബോട്ടം പാൻറ്റിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത്, ഇതാണ് നമ്മുടെ പാൻറ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. ഇതിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇതിനെയാണ് നമ്മൾ സെൽ ബോഡി എന്ന് പറയുന്നത്. ദിസ് ഇസ് എ സെൽ ബോഡി. സെൽ ബോഡിയുടെ ഉള്ളിൽ ആരൊക്കെ ഉണ്ട്? ലെക്ചർ നോട്ട് എഴുതിക്കോണം എല്ലാവരും. സെൽ ബോഡിയുടെ ഉള്ളിൽ ന്യൂക്ലിയസ് ഉണ്ട്, ആ ന്യൂക്ലിയസിന് ചുറ്റും സൈറ്റോപ്ലാസം ഉണ്ട്. നൗ ഇഫ് യു സീ, ഇതിൻ്റെ കുഞ്ഞ് എക്സ്റ്റൻഷൻ ഉണ്ട്. ഈ സൈറ്റോപ്ലാസം ഉണ്ടല്ലോ, കുഞ്ഞ് എക്സ്റ്റൻഷൻസ് ഉണ്ട്. സെൽ ബോഡി ചെറുതായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന കുഞ്ഞ് ഫിലമെൻറ്റ്സ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യും. അതിൻ്റെ പേരാണ് ഡെൻഡ്രോൺ. ഷോർട്ട് ഫിലമെൻറ്റ് ഫ്രം ദ സെൽ ബോഡി. ദിസ് ഇസ് എ ഷോർട്ട് ഫിലമെൻറ്റ് ഫ്രം ദ സെൽ ബോഡി. ഇതിനെ ഡെൻഡ്രോൺ എന്ന് പറയും. ഡെൻഡ്രോൺ എന്നിട്ട് ബ്രാഞ്ച് ചെയ്യും, കുറേ ബ്രാഞ്ചസ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. രണ്ട് വാക്കുകൾ എഴുതിയിട്ടോളൂ. ഡെൻഡ്രോൺ, DENDRON. അടുത്ത പുതിയ വാക്ക് ഡെൻഡ്രൈറ്റ്, DENDRITE. ഡെൻഡ്രൈറ്റ്. അപ്പോൾ എന്താണ്? സെല്ലിൽ നിന്നുള്ള കുഞ്ഞു ഫിലമെൻറ്റ്സ്, എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്ന കുഞ്ഞു ഫിലമെൻറ്റ്സിനെ ഡെൻഡ്രോൺ എന്നും അതിൻ്റെ ബ്രാഞ്ചസിനെ ഡെൻഡ്രൈറ്റ് എന്നുമാണ് പറയുന്നത്. അതെന്താ ചെയ്യുന്നതെന്ന് പിന്നീട് നോക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഏറ്റവും വലുതായിട്ട് ലാർജസ്റ്റ് ഫിലമെൻറ്റ്, ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിൽ ലാർജസ്റ്റ് ഫിലമെൻറ്റിനെയാണ് ആക്സോൺ എന്ന് പറയുന്നത്. ഈ സെൽ ബോഡിയിൽ നിന്നുള്ള ലാർജസ്റ്റ് ഫിലമെൻറ്റിനെ നമ്മൾ ആക്സോൺ എന്ന് പറയും. ഫിലമെൻറ്റ് വാക്ക് എഴുതിയിട്ടോളൂ. ഓക്കെ, ആക്സോൺ എന്നാണ് പറയുന്നത്. ഈ ആക്സോൺ അവസാനം പോയിട്ട് ബ്രാഞ്ചസ് ഉണ്ടാക്കും. അതിനെ നമ്മൾ ആക്സോണൈറ്റ് എന്ന് പറയും. ഈ ആക്സോണൈറ്റിൻ്റെ അവസാനം ബട്ടൺസ് പോലത്തെ സാധനം കാണുന്നില്ലേ, ഇതിനെയാണ് നമ്മൾ സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. ആ വാക്ക് എഴുതിയിട്ടോ. ആക്സോണൈറ്റ് എഴുതണം, ആക്സോൺ എഴുതണം, സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്ന വാക്ക് എഴുതണം. SYNAPTICKNOB, സിനാപ്റ്റിക് നോബ്. ഓക്കെ, അപ്പോൾ ഇത്രയും പുതിയ വാക്കുകൾ നമ്മൾ പഠിച്ചു. ഒന്നുകൂടി നോക്കിയേ. സെൽ ബോഡിയുടെ കുഞ്ഞ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഫിലമെൻസിനെയാണ് ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. അതിൻ്റെ ബ്രാഞ്ചസിനെ ഡെൻഡ്രൈറ്റ് എന്ന് പറയും. ഏറ്റവും വലിയ എക്സ്റ്റൻഷനെ നമ്മൾ ഏറ്റവും വലിയ ഫിലമെൻറ്റിനെ നമ്മൾ ആക്സോൺ എന്ന് പറയും. ആക്സോണിൻ്റെ ബ്രാഞ്ചസിനെ ആക്സോണൈറ്റ് എന്ന് പറയും. ആക്സോണൈറ്റ് പോയി തീരുന്നത് സിനാപ്റ്റിക് നോബിലാണ്. ബട്ടൺ, ഈ ടിപ്പ് ഓഫ് ദ ആക്സോണൈറ്റിനെയാണ് നമ്മൾ എന്താ പറയണത്? സിനാപ്റ്റിക്
സിനാപ്റ്റിക് നോബ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും സംഭവങ്ങൾ പുതിയ വാക്കുകൾ എഴുതിയിട്ടല്ലോ അല്ലേ. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെയൊക്കെ ഫങ്ഷൻസ് എന്താണ്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി പറയാം. ഈ ആക്സോണിന് ചുറ്റും ഉണ്ടല്ലോ, ആക്സോണിന് ചുറ്റും ഓരോരോ സെല്ലുകൾ ഉണ്ടാവും കേട്ടോ. ചുറ്റും കവർ ചെയ്തുകൊണ്ടുള്ള സെൽസിൻ്റെ പേരാണ് ഷ്വാൻ സെൽസ്. ആക്സോണിനെ എൻസർക്കിൾ ചെയ്യുന്ന, അതായത് ചുറ്റിക്കൊണ്ടിരിക്കുന്ന സെല്ലുകളുടെ പേരാണ് ഷ്വാൻ സെൽസ്. ഷ്വാൻ സെൽസ് പുതിയ വാക്കിൽ എഴുതിയിട്ടോ, SCHWANN, 2 N ഉണ്ട്, SCHWANN. അടുത്ത ദിവസം ഡിക്റ്റേഷൻ കഴിഞ്ഞിട്ടേ ഞാൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഷ്വാൻ സെൽസ് എന്നാണ് പറയുന്നത്. ഇനി എല്ലാവരുടെയും പണികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ പറഞ്ഞു ഇമ്പൾസ് ക്രിയേറ്റ് ആവുമെന്ന് പറഞ്ഞു അല്ലേ. നമ്മളെ ആരെങ്കിലും പിടിച്ച് പിച്ചിയാൽ എന്ത് സംഭവിക്കും? ഇമ്പൾസ് ജനറേറ്റ് ആവും. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞ് ഇലക്ട്രിക്കൽ സിഗ്നൽ. അപ്പോൾ ഇവിടെ നിന്നും ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഒരു നെർവിൽ വന്നു എന്ന് വിചാരിച്ചോ. ആ നെർവിൽ അപ്പോൾ നമ്മൾ നേരത്തെ കാണിക്കാം. അയ്യോ ഒരു സെക്കൻഡ്. അപ്പോൾ ഒരു നെർവിൽ ഇവിടെ ഒരു നെർവ് ഉണ്ടെന്ന് ചോദിച്ചാൽ ആ നെർവിലുള്ള ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആരാണ് എടുക്കണതെന്ന് അറിയാം? ഈ ഡെൻഡ്രൈറ്റ് എടുക്കും. ഡെൻഡ്രൈറ്റ് വഴി ഇമ്പൾസ് എങ്ങോട്ടേക്ക് വരും? ഡെൻഡ്രോൺ വഴി സെൽ ബോഡിയിലേക്ക് വന്ന് സെൽ ബോഡി വഴി ആക്സോണിലേക്ക് പാസ് ചെയ്ത് ആക്സോണിൽ നിന്നും ആക്സോണൈറ്റിലേക്ക് പോകും. ആക്സോണൈറ്റിലെ സിനാപ്റ്റിക് നോബിലേക്ക് പോവും. സിനാപ്റ്റിക് നോബിൽ നിന്നും അടുത്ത ന്യൂറോണിലേക്ക് പോവും. അടുത്ത ന്യൂറോണിൻ്റെ ആരിലേക്കാണ് പോകുന്നത്? അടുത്ത ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റിലേക്കാണ് പോകുന്നത്. അത് കാണിച്ചു തരാം കേട്ടോ, എങ്ങനെ ഉണ്ടാവുന്നത് അത് കാണിച്ചു തരാം. ഒരു സെക്കൻഡ്. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ വരുന്നത്. ഇവിടെ നിന്ന് ആക്ഷൻ പൊട്ടൻഷ്യൽ വരും. ആക്ഷൻ പൊട്ടൻഷ്യൽ ഇങ്ങനെ പോയി ആക്സോണൈറ്റ് സെൽ ബോഡിയിൽ നിന്നും ആക്സോൺ വഴി ആക്സോണൈറ്റ് വഴി ആക്സോണൈറ്റിൽ നിന്നും സിനാപ്റ്റിക് നോബ് വഴി അടുത്ത സെല്ലിൻ്റെ എവിടേക്ക് വരും? ഡെൻഡ്രൈറ്റിലേക്ക് വരും. ഡെൻഡ്രൈറ്റിൽ നിന്നും ഡെൻഡ്രോണിലേക്ക്, ഡെൻഡ്രോണിൽ നിന്നും സെൽ ബോഡിയിലേക്ക്, സെൽ ബോഡിയിൽ നിന്നും ആക്സോണിലേക്ക്, ആക്സോണിൽ നിന്നും ആക്സോണൈറ്റിലേക്ക്, ആക്സോണൈറ്റിൽ നിന്നും സിനാപ്റ്റിക് നോബ്, പിന്നീട് അടുത്ത ന്യൂറോണിലേക്ക് പാസ് ചെയ്യും. ഇത്രയും സംഭവങ്ങൾ മനസ്സിലായോ എങ്ങനെയാണ് സംഭവിക്കണമെന്ന്? അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ച സ്ട്രക്ചറിൽ? ഫസ്റ്റ് ഡെൻഡ്രൈറ്റിനെ പറ്റിയിട്ട് പഠിച്ചു. ഡെൻഡ്രൈറ്റിൻ്റെ പണി എന്താണ്? തൊട്ടപ്പുറത്തുള്ള ന്യൂറോണിൽ നിന്നും ഇമ്പൾസ് റിസീവ് ചെയ്യുക. ഡെൻഡ്രോണിൻ്റെ പണി എന്താണ്? ഡെൻഡ്രൈറ്റിൽ നിന്നുള്ള ഇമ്പൾസ് സെൽ ബോഡിയിലേക്ക് കൊണ്ടെത്തിക്കുക. ഇനി ആക്സോൺ എന്താ ചെയ്യുന്നത്? സെൽ ബോഡിയിൽ നിന്നും പുറത്തേക്ക് ഇമ്പൾസിനെ കൊണ്ടെത്തിക്കുക. ആക്സോണൈറ്റ് എന്താ ചെയ്യുന്നത്? ആക്സോണൈറ്റ് ഈ ആക്സോണിൽ നിന്നും വരുന്ന ഇമ്പൾസിനെ സിനാപ്റ്റിക് നോബിലേക്ക് കൊണ്ടെത്തിക്കുക. സിനാപ്റ്റിക് നോബ് എന്താ ചെയ്യുന്നത്? അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. സിനാപ്റ്റിക് നോബ് എന്താ ചെയ്യണമെന്ന് അറിയോ? കുറച്ച് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്ന കെമിക്കൽസ് സെക്രീറ്റ് ചെയ്യും. അതിനെ പറ്റിയിട്ട് നമ്മൾ കൂടുതൽ പഠിക്കും. തൽക്കാലം കുറച്ച് കെമിക്കൽസ് സെക്രീറ്റ് ചെയ്യും. എന്ത് കെമിക്കൽസാണ്? ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്ന കെമിക്കൽസ്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എഴുതിയിട്ടോ, പുതിയ വാക്ക് എഴുതിയിട്ടോളൂ. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ന്യൂറോ ട്രാൻസ്മിറ്റർ സ്പെല്ലിംഗ് NEURO, ട്രാൻസ്മിറ്റർ TRANSMITTER, ട്രാൻസ്മിറ്റർ. ഓക്കെ, ട്രാൻസ്മിറ്ററിലേക്ക് കൊണ്ടെത്തിക്കും. അപ്പോൾ ഇതിലാകെപ്പാടുള്ളത് ഷ്വാൻ സെൽസ് മാത്രമാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. എന്താ ഷ്വാൻ സെൽസ് ചെയ്യുന്നത്? ആക്സോൺസിനെ എൻസർക്കിൾ ചെയ്യുക എന്ന് പറയുന്ന പണിയാണ് ഷ്വാൻ സെൽസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്ട്രക്ചർ മുഴുവനും, സ്ട്രക്ചർ ഫുൾ ഒരു റൗണ്ട് എല്ലാവരും ഒന്ന് പറഞ്ഞേ. നമുക്കിനി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നോക്കാൻ നിൽക്കട്ടെ. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്താണെന്നുള്ളത് നോക്കാനുണ്ട്, അത് അവിടെ തൽക്കാലം നിൽക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇത്രയും സംഭവങ്ങൾ സ്ട്രക്ചർ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി എന്താ ചെയ്യാൻ പോണേ? ഒരു സെക്കൻഡ്. ഇനി മയലിൻ എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ നോക്കാൻ പോകും. അപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഈ ഷ്വാൻ സെൽസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഷ്വാൻ സെൽസ് നമ്മുടെ ആക്സോണിനെ കവർ ചെയ്ത് നിൽക്കും എന്ന് പറയില്ലേ. അപ്പോൾ ഈ ഷ്വാൻ സെൽസ് ചില സ്ഥലത്ത്, ചില ന്യൂറോൺസിലൊക്കെ ഉണ്ടല്ലോ, മയലിൻ എന്ന് പറയുന്ന ഒരു കെമിക്കലിൽ സെക്രീറ്റ് ചെയ്യും. ഈ മയലിൻ എന്ത് ചെയ്യുന്നറിയാം? ഒരു പുതപ്പ് പോലെ, ഒരു ഷീറ്റ് പോലെ കവർ ചെയ്യും നമ്മുടെ ചില ന്യൂറോൺസിനെ. അപ്പോൾ ന്യൂറോൺസിൻ്റെ ആക്സോൺസിനെയാണ് അത് കവർ ചെയ്യുന്നത്. അപ്പോൾ സം ന്യൂറോൺസ്, ചില ന്യൂറോൺസിൻ്റെ ആക്സോൺസിൽ ഇറ്റ് ഹാസ് സംതിങ് നോൺ ആസ് ഒരു മെംബ്രെയിൻ പോലത്തെ കവറിങ് ഉണ്ട്. ആ മെംബ്രെയിൻ കവറിങ്ങിനെയാണ് നമ്മൾ മയലിൻ ഷീത്ത് എന്ന് പറയുന്നത്. അപ്പോൾ മയലിൻ എന്ന് പറയുന്നത് എന്താണ്? ആക്സോൺസ് ഓഫ് മോസ്റ്റ് ഓഫ് ദ ന്യൂറോൺസ് ആർ റിപ്പീറ്റഡ്ലി എൻസർക്കിൾഡ് ബൈ മയലിൻ. ഇതിനെയാണ് മയലിൻ ഷീത്ത് എന്ന് പറയുന്നത്. അപ്പം മിക്ക ആക്സോൺസിനെയും, മിക്ക ന്യൂറോൺസിൻ്റെ ആക്സോൺസിനെയും റിപ്പീറ്റഡായിട്ട്
ചുറ്റി വലിഞ്ഞു നിൽക്കുന്ന ഒരു മെംബ്രെയിൻ ഉണ്ട്. ആ മെംബ്രെയിനെയാണ് മയലിൻ ഷീത്ത് എന്ന് പറയുന്നത്. എന്താ ചെയ്യേണ്ടത്? പുതിയ വാക്ക് എഴുതിയിട്ടോ, MYELINSCHEATH. അപ്പോൾ ആ മെംബ്രെയിനിൽ, ഈ മയലിനിൽ ആരുള്ളത്? ലിപ്പിഡ്സ് എന്ന് പറയുന്ന സാധനങ്ങളാണ് ഉള്ളത്. അപ്പോൾ ലിപ്പിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലിപ്പിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻസ് ഉണ്ട് എന്ന് നമ്മൾ പറയില്ലേ. പ്രോട്ടീൻസ് എന്ന് പറയുന്നത് എന്തോ ഒരു കെമിക്കലാണ്, ബയോ മോളിക്യൂളാണ്. ഓക്കെ, അതുപോലെ തന്നെ വൈറ്റമിൻസ് വേറെ ടൈപ്പ് ഓഫ് ബയോ മോളിക്യൂൾസ് ആണ്. കാർബോഹൈഡ്രേറ്റ്, കഴിക്കുന്ന ചപ്പാത്തി ചോറിലൊക്കെ കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലാണ്. അതുപോലെ തന്നെ വേറൊരു സാധനമാണ് ലിപ്പിഡ് എന്ന് പറയുന്നത്. ഓയിൽ എന്ന് പറയുന്ന ഫാറ്റ് എന്ന് പറയുന്നത് വേറൊരു ബയോ മോളിക്യൂൾ. അതുപോലെയാണ് ലിപ്പിഡ്സ് എന്ന് പറയുന്ന സാധനം. ആ ബയോ മോളിക്യൂൾസ് വെച്ചിട്ടാണ് നമ്മുടെ മെംബ്രെയിൻ ആയ മയലിൻ ഷീത്തിനെ ഉണ്ടാക്കണം. മയലിൻ ഷീത്ത് എന്ത് ചെയ്യും? ആക്സോൺസിനെ, ന്യൂറോൺസിൻ്റെ ആക്സോൺസിനെ റിപ്പീറ്റഡ്ലി എൻസർക്കിൾ ചെയ്ത് ചുറ്റി വലിഞ്ഞിട്ടാണ് നിൽക്കണം. അപ്പം മയലിൻ ഷീത്തിൻ്റെ പണി എന്താ? അപ്പം എല്ലാ ആക്സോൺസിലും ഇല്ല, എല്ലാ ന്യൂറോൺസിൻ്റെ ആക്സോൺസിലും ഇല്ല, പക്ഷെ ഓൾമോസ്റ്റ് എല്ലാത്തിലും ഈ മയലിൻ ഷീത്ത് വെച്ചിട്ട് ചുറ്റിയിട്ടുണ്ട്. മയലിൻ ഷീത്തിൻ്റെ പണി എന്തൊക്കെയാണെന്നറിയോ? നമ്മുടെ ആക്സോണിന് ഭക്ഷണം, ന്യൂട്രിയൻസ് കൊടുക്കുക, ഓക്സിജൻ കൊടുക്കുക, എന്നിട്ട് വരുന്ന ഇമ്പൾസിനെ ഫാസ്റ്റായിട്ട് ആക്സിലറേറ്റ് ചെയ്ത് വിടുക. അതായത് ഫാസ്റ്റ് ആക്കിയിട്ട് വിടുക, പെട്ടെന്ന് എത്തട്ടെ എന്ന് പറഞ്ഞിട്ട് ആക്സിലറേറ്റ് ചെയ്തിട്ട് വിടും. അതുപോലെ പുറത്തുനിന്നുള്ള ഒരു ഇലക്ട്രിക്കൽ ഡിസ്റ്റർബൻസും ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടില്ല. സോ ഇറ്റ് ആക്ട്സ് ആസ് എൻ ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ. ഉള്ളിലോട്ട് ഒന്നിനെയും കടത്തി വിടില്ല, ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ ആയിട്ട് അത് ആക്ട് ചെയ്യും. അതുപോലെ പുറത്തു നിന്നുള്ള ഷോക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മുടെ ആക്സോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം. ഇത്രയാണ് നമ്മുടെ മയലിൻ ഷീറ്റിൻ്റെ പണി എന്ന് പറയുന്നത്. സോ മയലിൻ എന്ന് പറയുന്നത് എന്താണ് സംഭവം? മയലിൻ മിക്ക ന്യൂറോൺസിൻ്റെ ആക്സോൺസും മയലിൻ ഷീറ്റ് വെച്ചിട്ട് കവേർഡ് ആയിരിക്കും. ഇതിൽ ലിപ്പിഡ് ഉണ്ട്. അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ന്യൂട്രിയൻസ് കൊടുക്കും, ഓക്സിജൻ കൊടുക്കും, ഇമ്പൾസിനെ ആക്സിലറേറ്റ് ചെയ്യും, ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഷോക്കിൽ നിന്നും ഇത് പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പോൾ 2 ടൈപ്പ് ഓഫ് സെല്ലുകൾ ഉണ്ട് കേട്ടോ. മയലിൻ ഷീത്ത് ഉണ്ടാക്കാനായിട്ട് 2 ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബ്രെയിനിൽ സെൻട്രൽ നെർവസ് സിസ്റ്റം, ബ്രെയിനും സ്പൈനൽ കോഡിനെ ഒന്നിച്ചിട്ടാണ് നമ്മൾ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുക. ബ്രെയിനിലുള്ള സെല്ലുകൾ അല്ലെങ്കിൽ സ്പൈനൽ കോഡിലുള്ള നെർവ് സെല്ലുകളുടെ ചുറ്റുമുള്ള മയലിൻ ഷീത്ത് ഉണ്ടാക്കുന്നത് ഒളിഗോഡെൻഡ്രോസൈറ്റ് എന്ന് പറയുന്ന സെൽസ് ആണ്. ആരാണ് ഉണ്ടാക്കണേ? ഒളിഗോഡെൻഡ്രോസൈറ്റ്സ്. അത് സ്പെല്ലിംഗ് എഴുതിയിട്ടോ. അതേസമയം നെർവ്സിലുള്ള മയലിൻ ഷീത്ത് പുതപ്പുണ്ടാക്കണം. നമ്മൾ പറയില്ലേ കോട്ടൺ വെച്ചിട്ടാണ് ഈ പുതപ്പ് ഉണ്ടാക്കിയേക്കണേ, അതേസമയം നൈലോൺ വെച്ചിട്ടാണ് മറ്റേ പുതപ്പ് ഉണ്ടാക്കിയേക്കണേ. അപ്പം തലയിലുള്ള മയലിൻ ഷീത്തിനെ ആരാണ് ഉണ്ടാക്കിയേക്കണേ? ഒളിഗോഡെൻഡ്രോസൈറ്റ്സ്. സ്പൈനൽ കോഡിലുള്ളത് ഒളിഗോഡെൻഡ്രോസൈറ്റ്സ്. പേരെഴുതിയിട്ടോ, സ്പെല്ലിംഗ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് ദേ കിടക്കണം, ഒളിഗോഡെൻഡ്രോസൈറ്റ്സ്. പുതിയ വാക്ക് എഴുതിയിട്ടോ. അപ്പോൾ അതേസമയം നെർവ്സിലുള്ള മയലിൻ ഷീത്തിനെ ഫോം ചെയ്യുന്നത് ഷ്വാൻ സെൽസ് എന്ന് പറയുന്ന സെൽസ് ആണ് ഫോം ചെയ്യുന്നത്. ഷ്വാൻ സെൽസിനെയാണ് നമ്മളിവിടെ കണ്ടേട്ടോ. ഷ്വാൻ സെൽസ് ആണ് ആക്സോണിനെ എൻസർക്കിൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഷ്വാൻ സെൽസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരൊറ്റ ആക്സോണിനെ മാത്രമേ ചുറ്റാൻ പറ്റുള്ളൂ. മൾട്ടിപ്പിൾ ആക്സോൺസിനെ ചുറ്റാനായിട്ട് പറ്റില്ല. ഒരൊറ്റ ആക്സോണിനെ ഈ ഷ്വാൻ സെൽസ് ചുറ്റി നിൽക്കും. അതേസമയം നമ്മുടെ ബ്രെയിനിലും ഈ പറയുന്ന ബ്രെയിനിലും സ്പൈനൽ കോഡിലും ഒക്കെയുള്ള സെൽസ് ഉണ്ടല്ലോ, അതെന്താ ചെയ്യണമെന്ന് അറിയാം. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ഒളിഗോഡെൻഡ്രോസൈറ്റ് എന്ന് പറയുന്ന സാധനം, സെല്ല്. ഈ സെല്ല് പുതപ്പുണ്ടാക്കിയേക്കണ കണ്ടോ, ഇതിൻ്റെ ചുറ്റും ഇതിൻ്റെ പുതപ്പുണ്ട്, ഇതിൻ്റെ ചുറ്റും ഇതിൻ്റെ പുതപ്പുണ്ട്. അപ്പോൾ മൾട്ടിപ്പിൾ ആക്സോൺസിനെ ചുറ്റാനുള്ള കഴിവ് ഒളിഗോഡെൻഡ്രോസൈറ്റ്സിനുണ്ട്. അതേസമയം ഷ്വാൻ സെൽസ് ഒരൊറ്റ ആക്സോണിനെ മാത്രമേ ചുറ്റുള്ളൂ. അതാണ് ഇവരുടെ രണ്ടുപേരുടെ ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ടോട്ടലി നമ്മൾ പഠിച്ചേക്കണത് എന്തൊക്കെ പഠിച്ചു? സ്റ്റിമുലസ് എന്താണെന്ന് പഠിച്ചു. ഓക്കെ, സ്റ്റിമുലസ് എന്താണെന്ന് പഠിച്ചു, റിസെപ്റ്റേഴ്സ് എന്താണെന്ന് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെൻസറി ഓർഗൻസ് എന്താണെന്ന് പഠിച്ചു. എന്നിട്ട് എങ്ങനെയാണ് ഇമ്പൾസ് ട്രാവൽ ചെയ്യുന്നത് എന്നുള്ളത് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചത് ബേസിക് സ്ട്രക്ചർ, ന്യൂറോൺ എന്താണെന്ന് പഠിച്ചു, ന്യൂറോണിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് പഠിച്ചു, മയലിൻ ഷീത്ത് എന്താണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു. മയലിൻ ഷീറ്റ് തന്നെ 2 ടൈപ്പ് ഓഫ് സെൽസ് വെച്ചിട്ട് ഉണ്ടാക്കാം. എന്തൊക്കെ ടൈപ്പാണ്? ഷ്വാൻ സെൽസും ഒളിഗോഡെൻഡ്രോസൈറ്റും വെച്ചിട്ട് ഉണ്ടാക്കാം എന്നുള്ളത് പഠിച്ചു. ഒളിഗോഡെൻഡ്രോസൈറ്റിൻ്റെയും ഷ്വാൻ സെൽസിൻ്റെയും വ്യത്യാസം എന്താണെന്ന് പഠിച്ചു. അപ്പോൾ ഷ്വാൻ സെൽസ് എന്ന് പറയുന്ന ഒരൊറ്റ ആക്സോണിനെ ചുറ്റാൻ പറ്റുള്ളൂ. ഒളിഗോഡെൻഡ്രോസൈറ്റിന് മൾട്ടിപ്പിൾ ആക്സോൺസിനെ ചുറ്റാനുള്ള കഴിവുണ്ട് എന്നുള്ളത് പഠിച്ചു. അപ്പോൾ ഇതിൽ തന്നെ ഒളിഗോഡെൻഡ്രോസൈറ്റ് കവേഴ്സ് ആക്സോൺ സൈമിൾട്ടേനിയസ്ലി ഓർ കവേഴ്സ് ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ സെയിം ആക്സോൺ.
കണ്ട പല പാർട്ടുകൾ, ഈ പാർട്ടിനെയും കവർ ചെയ്യേണ്ട, ഈ പാർട്ടിനെ ഒരേ ആക്സോണിൻ്റെ മൾട്ടിപ്പിൾ പാർട്സ് കവർ ചെയ്യാനുള്ള കഴിവും ഉണ്ട്, മൾട്ടിപ്പിൾ ആക്സോൺസിനെ കവർ ചെയ്യാനുള്ള കഴിവും നമ്മുടെ ഒളിഗോഡെൻഡ്രോസൈറ്റിനുണ്ട്. ഇത്രയും നമ്മൾ പഠിച്ചു. ഇനി വൈറ്റ് മാറ്റർ ആൻഡ് ഗ്രേ മാറ്റർ എന്ന് പറയുന്ന സാധനമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മൈലിൻ ഷീറ്റിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? മൈലിൻ ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ചുറ്റിയിട്ടുണ്ടെങ്കിൽ നല്ല വൈറ്റ് ഷൈനിങ് കളറായിരിക്കും ഉണ്ടാകുന്നത്. നമ്മൾ പറഞ്ഞു എല്ലാ ആക്സോൺസിലും മൈലിൻ ഷീറ്റ് ഇല്ല. അപ്പോൾ ബ്രെയിനിൽ തന്നെ ഒരു ഭാഗത്ത് മൈലിൻ ഷീറ്റ് ഇല്ലാത്ത ഭാഗമുണ്ട്, മറ്റേ ഭാഗം മൈലിൻ ഷീറ്റ് ഉള്ള ഭാഗമുണ്ട്. അപ്പോൾ മൈലിൻ ഷീറ്റ് ഉള്ള ഭാഗമാണെങ്കിൽ നല്ല വൈറ്റ് കളറിൽ അതിനെ കാണാൻ പറ്റും. സോ പാർട്ട് ഓഫ് ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് വേർ മൈലിൻ ഉള്ള നെർവ് സെൽസ് വെച്ചിട്ടാണ് അത് ഉണ്ടാക്കിയേക്കണമെങ്കിൽ അവിടെ നല്ല വൈറ്റ് കളറായിരിക്കും. ആ ഭാഗത്തിനെ നമ്മൾ വൈറ്റ് മാറ്റർ എന്ന് പറയും. അതേസമയം മയലിനേറ്റഡ് മയലിൻ ഷീറ്റ് ഇല്ലാത്ത നെർവ് സെൽസ്, അതായത് നോൺ മയലിനേറ്റഡ് നെർവ് സെൽസ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കണേ എന്നുണ്ടെങ്കിൽ ആ ഭാഗത്തിനെ നമ്മൾ ഗ്രേ മാറ്റർ എന്ന് പറയും. Okay, so what is white matter? Myelin sheath has a shiny white appearance. So part of the brain and spinal cord where myelinated nerve cells ഉള്ള പാർട്ട്, ബ്രെയിനിൻ്റെയും സ്പൈനൽ കോഡിൻ്റെ ഒരു ഭാഗത്ത് മൈലിനേറ്റഡ് നെർവ് സെൽസ് ഉണ്ട്, ആ ഭാഗം വൈറ്റ് കളറിൽ കാണും, അതിനെ നമ്മൾ വൈറ്റ് മാറ്റർ എന്ന് പറയും. അതേസമയം വേറെ ചില ഭാഗത്ത് മയലിനേറ്റഡ് നെർവ് സെൽസ് ഇല്ല, നോൺ മയലിനേറ്റഡ് നെർവ് സെൽസ് ആണ് ഉള്ളത്, അതിനെ നമ്മൾ ഗ്രേ മാറ്റർ എന്നാണ് പറയുന്നത്. ഇത്രയും സംഭവങ്ങൾ മനസ്സിലായോ? പക്കായിട്ട് മനസ്സിലായോ? ഓക്കെ.